സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 4 2-ാം തിരുവചനം. ഏലിശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണ അല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ഒരു വിധവയായ സ്ത്രീയുടെ എലിശ പ്രവാചകനോടുള്ള മറുപടിയാണ് ഞാൻ വിശദീകരിക്കുക. പ്രവാചകന്മാരുടെ ശിഷ്യന്മാരിൽ ഒരു സ്ത്രീ ഒരു ദിവസം എലിശ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. അങ്ങയുടെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് അങ്ങേക്കറിയാമല്ലോ. ഇപ്പോൾ എൻ്റെ 2 മക്കളെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് കടക്കാർ വന്നിരിക്കുകയാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വന്ന കടഭാരം തീർക്കുവാൻ നിവൃത്തിയില്ലാതെ ഇതാ ഒരു സഹോദരി പ്രവാചകൻ്റെ അടുക്കൽ പ്രാർത്ഥനാ സഹായത്തിനായി വന്നിരിക്കുകയാണ്. ആ സമയം പ്രവാചകൻ ആ സ്ത്രീയോട് ചോദിച്ച ചോദ്യമാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ നമ്മോടുള്ള 2 ചോദ്യങ്ങളായി ഇത് നമുക്ക് സ്വീകരിക്കാമോ? ഒന്ന്, ദൈവം ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? സത്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഇനി എന്താണ് ചെയ്യാനുള്ളത്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്നതൊക്കെ നൽകിയിരിക്കുന്നു. ഇനിയും എന്താണ് വേണ്ടത്? അത് പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, നിൻ്റെ വീട്ടിൽ എന്തുണ്ട് എന്നുള്ളതാണ്. അതിന് ആ സ്ത്രീ പറഞ്ഞത്, ഒരൽപ്പം എണ്ണയല്ലാതെ ഒന്നുമില്ല. അതെ, ഒരു ചെറിയ ഭരണി എണ്ണയല്ലാതെ വീട്ടിൽ മറ്റൊന്നുമില്ല. ഉള്ളതിനെ ദൈവകരങ്ങളിൽ നൽകുവാൻ തയ്യാറായാൽ അതിനെ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്, അഥവാ വിശ്വസ്തനാണ് സർവശക്തനായ ദൈവം. എന്നാൽ ഉള്ളതിനെ സമ്പൂർണമായി ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ നാം തയ്യാറാണ്. ഒരു ബാലൻ്റെ കരങ്ങളിൽ ഇരുന്ന 5 അപ്പം ദൈവകരങ്ങളിലേക്ക് കൈമാറിയപ്പോൾ 5000 പുരുഷന്മാർക്കും അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും അത് വർദ്ധിപ്പിച്ച് നൽകി 12 കുട്ട മിച്ചം വരുത്തുവാൻ ഈ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ നമുക്കുള്ളതിനെ ദൈവകരങ്ങൾ സമർപ്പിക്കുവാനായിട്ട് മനസ്സുണ്ടോ? ഇന്ന് നാം കടഭാരങ്ങളിലാണോ? ഈ സ്ത്രീയെപ്പോലെ നാം കണ്ണുനീരിലാണോ? ദൈവം ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിൻ്റെ വീട്ടിൽ എന്താണുള്ളത്? ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവർത്തിക്കുവാൻ മതിയായവനാണ്.
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും നമുക്കുള്ളതിനെ ദൈവവരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവം അത് വച്ച് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആമേൻ.